1986 മീര നായർ സലാം മുംബൈ എന്ന ചിത്രത്തിനായി അഭിനേതാക്കളെ തിരയുകയായിരുന്നു. ആ തിരച്ചിലിനിടയിൽ ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വെച്ച് ജയ്പൂരിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനെ മീര കണ്ടുമുട്ടി. അയാളുടെ രൂപവും തീവ്രമായ കണ്ണുകളുമാണ് മീരയെ ആകർഷിച്ചതെന്ന് അവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. മീര നായർ കണ്ടുമുട്ടിയ ആ ചെറുപ്പക്കാരൻ പിന്നീട് ഇന്ത്യൻ സിനിമയുടെ മികവുറ്റ നടനായി മാറി. അദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല. അതെ, there is no one like ഇർഫാൻ ഖാൻ. സലാം മുംബൈയിൽ കേന്ദ്ര കഥാപാത്രമാക്കാനാണ് മീര ഇർഫാൻ ഖാനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഉയരം കാരണം ആ വേഷം ഇർഫാൻ നഷ്ടപ്പെട്ടു. സിനിമയിൽ ഉടനീളമുള്ള വേഷത്തിൽ നിന്ന് ഒരു ചെറിയ ലെറ്റർ റൈറ്ററുടെ വേഷത്തിലേക്ക് അത് ചുരുങ്ങി. എന്റെ കഥാപാത്രം വളരെ ചെറുതാണെന്ന് മീര പറഞ്ഞപ്പോൾ ഞാൻ രാത്രി മുഴുവൻ കരയുകയായിരുന്നു. എന്നാൽ അത് എന്നിൽ ഒരു മാറ്റമുണ്ടാക്കി. ഞാൻ പിന്നീട് എന്തിനും തയ്യാറായിരുന്നു എന്ന് ഇർഫാൻ ഖാൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അയാൾക്കൊരു തിരിച്ചുപോക്കുണ്ടായിട്ടില്ല. ഹിന്ദി മെയിൻ സ്ട്രീം ആർട്ട് ഹൗസ് സിനിമകൾ, പിന്നെ ഹോളിവുഡിലും ഇർഫാൻ ഖാൻ തന്റെ അഭിനയ മികവ് തെളിയിച്ചു. ഷഹബാസ് ദേ ഇർഫാൻ അലി ഖാൻ എന്ന ഇർഫാൻ ഖാൻ 1967 രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പം മുതലേ അയാൾക്ക് അഭിനയത്തോട് തന്നെയായിരുന്നു താല്പര്യം. ഇർഫാൻ ഖാന്റെ വീട്ടുകാർ സിനിമ കാണുന്നതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അതിനാൽ ഇർഫാൻ തന്റെ സ്വപ്നം രഹസ്യമായി വളർത്തിയെടുക്കാൻ നിർബന്ധിതനായി. തന്റെ ഇരുണ്ട നിറവും തടിച്ച കൺതടങ്ങളുമെല്ലാം നടനാവാനുള്ള കാര്യത്തിൽ ഒരു പരിമിതിയാകുമെന്ന് അദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയിരുന്നു. MA ജയ്പൂരിൽ പൂർത്തിയാക്കിയതിനു ശേഷം ഇർഫാൻ ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഭിനയം പഠിക്കാനായി എത്തി. അവിടെ നിന്നാണ് മീര നായരുടെ സലാം മുംബൈയിലൂടെ ഇർഫാൻ അഭിനയ രംഗത്തേക്ക് നടന്നെടുക്കുന്നത്. സ്ക്രീനിൽ ഇർഫാന്റെ ഏറ്റവും വലിയ ഉപകരണം എന്ന് പറയുന്നത് അയാളുടെ മനോഹരമായ ആത്മാവ് നിറഞ്ഞു തുളുമ്പുന്ന ആ കണ്ണുകൾ തന്നെയാണ്. കഥാപാത്രത്തിനനുസരിച്ച് ആ കണ്ണുകൾ കഥ പറയുന്നതും അതിലൂടെ വികാരങ്ങൾ മിന്നിമറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. 1990 പുറത്തിറങ്ങിയ ഗോവിന്ദ് നിഹലാനിയുടെ ദൃഷ്ടി എന്ന ചിത്രത്തിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീയുമായി പ്രണയത്തിലാകുന്ന രാഹുൽ എന്ന യുവ സംഗീതജ്ഞനായി അദ്ദേഹം അഭിനയിച്ചപ്പോഴും ആ കണ്ണുകളിലൂടെ ഇർഫാൻ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. വിശാൽ ഭരദ്വാജിന്റെ മക്ബൂൽ, അനുരാഗ് ബസുവിന്റെ ലൈഫ് ഇൻ എ മെട്രോ എന്നീ ചിത്രങ്ങളിലും അതേ കണ്ണുകൾ ഓരോ സിനിമാ പ്രേമികളെയും അതിശയിപ്പിച്ചു. പിന്നീട് അങ്ങ് ഹോളിവുഡിലേക്ക് കടന്നു ചെന്നും ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി ഇർഫാൻ ഖാൻ. അമേരിക്കൻ ബ്രിട്ടീഷ് സിനിമകളിൽ കൂടുതലും സപ്പോർട്ടിംഗ് റോളുകളാണ് ഇർഫാൻ ഖാൻ ചെയ്തത്. വെസ് ആൻഡേഴ്സൺ ചിത്രമായ ഡാർജിലിംഗ് ലിമിറ്റഡിലെ ഗ്രാമീണനായും അമേസിംഗ് സ്പൈഡർമാനിലെ ശാസ്ത്രജ്ഞനായും അയാളുടെ കഴിവിന്റെ ആഴങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഇർഫാൻ പ്രദർശിപ്പിച്ചു. ചെറിയ വേഷങ്ങളായിരുന്നുവെങ്കിലും ഈ സിനിമകൾ അദ്ദേഹം മികവുറ്റതാക്കി. മീര നായരുടെ നെയിംസേക്ക് ആണ് ഇർഫാൻ ഖാന്റെ ആദ്യ അന്താരാഷ്ട്ര പ്രൊജക്ട്. പശ്ചിമ ബംഗാളിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ അശോക് ഗാംഗുലി എന്ന കഥാപാത്രത്തെയാണ് നെയിംസേക്കിൽ ഇർഫാൻ അവതരിപ്പിച്ചത്. തബു ആയിരുന്നു ഇർഫാന്റെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 2003 നെയിംസേക്ക് റിലീസ് ചെയ്തത്. 2001 പുറത്തിറങ്ങിയ ബ്രിട്ടീഷ് ഇന്ത്യൻ സംവിധായകനായ ആസിഫ് കബാഡിയയുടെ ദ ബാരിയർ എന്ന ചിത്രമാണ് ഇർഫാൻ ഖാന്റെ ആദ്യ ബിഗ് ബ്രേക്ക്. ഇർഫാനെ അഭിനയ ജീവിതം ഉപേക്ഷിക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചത് ഈ സിനിമയായിരുന്നു. 2007 ഇർഫാൻ ബോളിവുഡിൽ ഒരു വലിയ താരമായി മാറിയിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്തുള്ള സിനിമകൾ ചെയ്യേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. പക്ഷേ ഒരു നടൻ എന്ന നിലയിൽ വെല്ലുവിളികൾ നേരിടാൻ അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത വർഷം ഇർഫാന്റെ അടുത്തേക്ക് വന്നത് സ്ലംഡോഗ് മില്യണയർ ആയിരുന്നു. അതിനുശേഷം ഇർഫാന് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല. ദി അമേസിംഗ് സ്പൈഡർമാൻ, ഇൻഫെർനോ, ജുറാസിക് വേൾഡ് തുടങ്ങി ബോളിവുഡിലെ ബിഗ് സിനിമകളുടെ ഭാഗമാകാൻ ഇർഫാൻ സാധിച്ചു. 2012 പുറത്തിറങ്ങിയ ലൈഫ് ഓഫ് പൈ ആയിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇർഫാൻ ഖാനെ ഉയരങ്ങളിലെത്തിച്ച മറ്റൊരു ചിത്രം. പിന്നീട് ഇർഫാനെ ഹോളിവുഡ് സിനിമകളും ഇന്ത്യൻ സിനിമകളും ഒരുപോലെ തേടിയെത്തി. സിനിമകളുടെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചെറിയ തോതിൽ വെല്ലുവിളി നേരിട്ടിരുന്നു. 2015 റെഡ്ലി സ്കോട്ടിന്റെ ദ മാർഷ്യൻ എന്ന ചിത്രത്തിന് പകരം ഷുജിത് സർക്കാരിന്റെ പീക്കു എന്ന ലൈറ്റ് ഹാർട്ടഡ് ഹിന്ദി സിനിമയാണ് ഇർഫാൻ തിരഞ്ഞെടുത്തത്. അതിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ചത് ഹിന്ദി സിനിമയിലെ തന്നെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു. പീക്കുവിൽ ദീപിക പദുക്കോണും അമിതാഭ് ബച്ചനുമാണ് പ്രധാന കഥാപാത്രമെങ്കിലും ഇർഫാൻ ഖാന്റെ റാണയെ ആർക്കും മറക്കാനാകില്ല എന്നത് തീർച്ചയാണ്. ഇർഫാന്റെ ഏറ്റവും വലിയ സങ്കടം ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ വേണ്ടെന്ന് വെച്ചതായിരുന്നു. ദ ലഞ്ച് ബോക്സ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്തായിരുന്നു ഇന്റർസ്റ്റെല്ലാറിന്റെയും ചിത്രീകരണം. സ്ലംഡോഗ് മില്യണയറിന് ശേഷം ഇർഫാൻ ഖാൻ എന്ന നടൻ ശരിക്കും താരപദവിയിലേക്ക് ഉയർന്നിരുന്നു. വലിയ ബിഗ് ബജറ്റ് സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു. എന്നാലും ഇർഫാൻ ഖാനിലെ നടനായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ തിരഞ്ഞെടുത്തിരുന്നത്. അഭിനയം എന്ന കലയോടുള്ള അടങ്ങാത്ത ആവേശവും സ്നേഹവും തന്നെയാണ് ഇർഫാനെ മറ്റ് ഖാൻമാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാക്കുന്നത്.
50കളിലേക്ക് കടന്നപ്പോഴേക്കും ലോകം അയാൾക്ക് മുന്നിൽ ഒന്നുകൂടെ മലർക്കെ തുറന്നിരുന്നു. എന്നാൽ 2018 തനിക്ക് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ ആണെന്ന് ഇർഫാൻ ലോകത്തോട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ലണ്ടനിലേക്ക് ചികിത്സയ്ക്കായി പോവുകയായിരുന്നു. 2 വർഷത്തെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം ഇർഫാൻ ഹിന്ദിയിൽ ഒരു സിനിമ പൂർത്തിയാക്കി, അംഗ്രേസി മീഡിയം. അത് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. ഇനിയും ആ കണ്ണുകളിലൂടെ ഇർഫാൻ നമ്മെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും എല്ലാം ചെയ്യുമെന്ന് നാം പ്രതീക്ഷിച്ചു. എന്നാൽ ആ പ്രതീക്ഷയെ തകർത്ത് അദ്ദേഹം 2020 യാത്രയായി. എന്നിരുന്നാലും ഇർഫാൻ പ്രേക്ഷകർക്കായി കൂട്ടിവെച്ച ഒരു പിടി കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നും അയാളെ ഓർക്കാനും അയാളിലെ നടനെ മറക്കാതിരിക്കാനും അത് തന്നെ ധാരാളം.